എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും എസ് പ്രോപ്പർട്ടീസിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്ന വീട് കോട്ടയം ജില്ലയിലെ ഏറ്റുമാനൂർ ടൗണിലുള്ള മനോഹരമായ പ്രോപ്പർട്ടിയാണ്. ഏറ്റുമാനൂർ ടൗണിൽ നിന്ന് ഏകദേശം 800 മീറ്റർ മാത്രം മാറി മുനിസിപ്പാലിറ്റിക്കുള്ളിൽ തന്നെ സ്ഥിതി ചെയ്യുന്ന അടിപൊളി വീട്. ബൈപ്പാസ് റോഡിൽ 100 മീറ്റർ മാത്രം മാറി നിർമ്മിച്ചിരിക്കുന്ന ഈ ഒരു വീട് 2600 സ്ക്വയർ ഫീറ്റ് ആണ് വിസ്തീർണം. 2 നിലകളെ പണികഴിപ്പിച്ചിരിക്കുന്ന വീടിന് 4 ബെഡ്റൂമുകൾ, 4 അറ്റാച്ച്ഡ് ബാത്റൂമുകൾ, ലിവിംഗ് ഡൈനിങ് ഹാളുകൾ, കിച്ചൺ, വർക്ക് ഏരിയ തുടങ്ങിയ സൗകര്യങ്ങളെല്ലാം ഉണ്ട്. 2 കാറുകൾ ഒരേ സമയം പാർക്ക് ചെയ്യാൻ പറ്റുന്ന കാർ പോർച്ചാണ് ഇവിടെ ഉള്ളത്. നല്ല ഭംഗിയായിട്ട് മോഡേൺ സ്റ്റൈലിൽ പണി കഴിച്ചിരിക്കുന്ന മനോഹരമായ വീട് 7 സെന്റ് സ്ഥലത്താണ് നിർമ്മിച്ചിട്ടുള്ളത്. ചോദിക്കുന്ന 1,25,00,000 രൂപയാണ്. നെഗോഷ്യബിൾ പ്രൈസ് ആണ്. ടൗണിന്റെ എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. കാരിത്താസ് ഹോസ്പിറ്റലിലേക്ക് 2.5 കിലോമീറ്റർ മാത്രമാണ് ദൂരം. അതുപോലെ തന്നെ സ്കൂളുകളിലേക്ക് 1 കിലോമീറ്റർ എത്താൻ പറ്റും. ആരാധനാലയങ്ങളിലേക്ക് 1 കിലോമീറ്റർ എത്താൻ പറ്റും. നല്ല പ്രോപ്പർട്ടി. വെള്ളപ്പൊക്കമൊന്നും ബാധിക്കാത്ത പ്രദേശത്ത് നിർമ്മിച്ചിരിക്കുന്ന വീടിന് വീടിന്റെ വിശദമായ വീടിലേക്ക് നമുക്കൊന്ന് പോകാം. മോഡേൺ ലുക്കിലുള്ള ഒരു കിടിലൻ ലക്ഷറി വീടാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത്. ഏറ്റുമാനൂർ ടൗണിന് തൊട്ടടുത്തായി ഏറ്റുമാനൂർ മുനിസിപ്പാലിറ്റിക്കുള്ളിൽ തന്നെയുള്ള മനോഹരമായ വീട്. 2 വീടുകൾ നമുക്കിവിടെ പുതിയതായിട്ട് വന്നിട്ടുണ്ട്. ഈ ഒരു വീടിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ നമ്മുടെ യൂട്യൂബ് ചാനലിലുണ്ട്. ഇതിൻ്റെ ലിങ്ക് കൂടി കമൻറ്റ് ബോക്സിൽ കൊടുത്തേക്കാം. അപ്പോൾ ഈ കാണുന്ന വീടാണ് ഇന്ന് നമ്മൾ ഡീറ്റെയിൽഡ് വീഡിയോ കാണാൻ പോകുന്നത്. നല്ല വീതിയേറിയ ടാർ റോഡാണ് വീടിൻ്റെ ഫ്രണ്ടിലൂടെ കടന്നു വരുന്നത്. ഈ ഒരു 4-5 വീടുകളിലേക്ക് മാത്രമുള്ള വഴിയാണ് ഈ ഒരു വീട് കൊണ്ട് അവസാനിക്കുന്നു. 2600 സ്ക്വയർ ഫീറ്റ് വരുന്ന മനോഹരമായ 2 വീടുകളാണ് നമുക്കിവിടെ ഉള്ളത്. 7 സെൻറ്റ് സ്ഥലമാണുള്ളത്. മുനിസിപ്പൽ റോഡിൽ നിന്ന് നേരിട്ട് പ്രവേശിക്കുന്ന പോലെ ഈ വീടുകളിലേക്കുള്ള റോഡ് കൊടുത്തിരിക്കുന്നു. വെള്ളപ്പൊക്കം, ഉരുൾപൊട്ടൽ പോലുള്ള യാതൊരു പ്രശ്നങ്ങളും ബാധിക്കാത്ത മനോഹരമായ റെസിഡൻഷ്യൽ ഏരിയയിലാണ് ഈ വീട് വന്നിരിക്കുന്നത്. നല്ല വീതിയേറിയ സ്ലൈഡിംഗ് ഗേറ്റ് ഇവിടെ കൊടുത്തിരിക്കുന്നു. തൊട്ടടുത്തൊക്കെ പുതിയ പുതിയ വീടുകൾ ഇങ്ങനെ പണിത് വന്നുകൊണ്ടിരിക്കുന്നു. ഈ ഒരു വീട് സെയിലായി കഴിഞ്ഞു. നിലവിൽ ഈ കാണുന്ന 2 വീടുകൾ നമുക്ക് അവൈലബിൾ ആണ്. ടൗണിൽ നിന്ന് വളരെ അടുത്തുള്ള നല്ലൊരു ഏരിയയാണ്. അതും നല്ല മോസ്റ്റ് മോഡേൺ സ്റ്റൈലിൽ ചെയ്തിരിക്കുന്ന മനോഹരമായ വീട്. വീതിയേറിയ സ്ലൈഡിംഗ് ഗേറ്റാണ് ഈ ഫ്രണ്ടിൽ കൊടുത്തിട്ടുള്ളത്. മുറ്റം മുഴുവൻ നാച്ചുറൽ സ്റ്റോൺ ഭംഗിയാക്കിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ പോളിഷും അതുപോലെ ഗ്രാസ് പിടിപ്പിക്കാനും കൂടിയുണ്ട്. വീടിൻ്റെ പണികൾ മുഴുവൻ പൂർത്തിയായിക്കൊണ്ടിരിക്കുന്നു. സൈഡുകളൊക്കെ ലാൻഡ്സ്കേപ്പ് ചെയ്ത് ഭംഗിയാക്കി ചെടികളൊക്കെ വെച്ചിട്ടുണ്ട്. നമ്മുടെ കവേർഡ് കാർ പാർക്കിംഗ് ഈ ഒരു ഭാഗത്ത് കൊടുത്തിരിക്കുന്നു. 2 കാറുകൾ ഒരേ സമയം പാർക്ക് ചെയ്യാവുന്ന സ്പേസ് ഈ സൈഡിൽ കൊടുത്തിട്ടുണ്ട്. മുറ്റത്തിൻ്റെ സൈഡുകൾക്ക് ലാൻഡ്സ്കേപ്പ് ചെയ്ത് ചെടികളൊക്കെ വെച്ച് കൊടുത്തിരിക്കുന്നു. വാസ്തുശാസ്ത്ര പ്രകാരം കിഴക്ക് ദർശനത്തിലാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. നല്ല ഹൈ ക്ലാസ് ലക്ഷറി റെസിഡൻഷ്യൽ ഏരിയയിലാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. വലിയ ജനലുകൾ, അതുപോലെ തന്നെ വലിയ ഗ്ലാസുകളൊക്കെ കൊടുത്തിരിക്കുന്നു. നല്ല ഭംഗിയേറിയ ഡിസൈനാണ് ഈ വീട് മുഴുവൻ ചെയ്തിരിക്കുന്നത്. അതുപോലെ ഇൻറ്റീരിയർ വർക്കുകളും എക്സ്റ്റീരിയർ വർക്കുകളും എല്ലാം വളരെ ഭംഗിയായിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു ഭാഗത്തൊക്കെ ചെടികൾ വെച്ച് കൊടുത്തിരിക്കുന്നു. കുടിവെള്ളത്തിനായി കിണർ വെള്ള സൗകര്യമാണ് ഇവിടെ ഉള്ളത്. പറ്റാത്ത വെള്ളമാണ്. അതുപോലെ പോകുന്നത് ഒരു സ്കൂൾ ബസ്സാണ്. നമ്മുടെ വീടിൻ്റെ തൊട്ട് അടുത്തുകൂടി സ്കൂൾ ബസ്സുകൾ വരുന്നുണ്ട്. കുട്ടികളൊക്കെ സ്കൂളിൽ വിടാനൊക്കെ വളരെ സൗകര്യമുള്ള ഏരിയയാണ്. അതുപോലെ തന്നെ ഡോക്ടേഴ്സിനൊക്കെ പറ്റിയ പ്രോപ്പർട്ടിയാണ്. കാരിത്താസ് മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലേക്ക് 2.5 കിലോമീറ്റർ മാത്രമാണ് ദൂരം. ഏറ്റുമാനൂർ റെയിൽവേ സ്റ്റേഷനിലേക്ക് ഏകദേശം 2 കിലോമീറ്റർ താഴെ മാത്രമാണ് ദൂരം. അങ്ങനെ സൗകര്യങ്ങളെല്ലാം നിറഞ്ഞ നല്ലൊരു ലൊക്കേഷനിലാണ് ഈ വീട് വന്നിരിക്കുന്നത്. നമുക്കാദ്യം ഈ വീടിൻ്റെ കോമ്പൗണ്ടൊക്കെ ഒന്ന് കാണാം. അതിനുശേഷം അകത്തെ കാഴ്ചകളിലേക്ക് ഒന്ന് പോകാം. സൈഡുകൾ മൊത്തം നാച്ചുറൽ സ്റ്റോൺ പാകിയിട്ടുണ്ട്. ഈ ഒരു ഭാഗത്തായി നമ്മുടെ അലക്കുകല്ല് കൊടുത്തിരിക്കുന്നു. അലക്കല്ലും അതോടൊപ്പം ടാപ്പും കൊടുത്തിട്ടുണ്ട്. ഒരു ലക്ഷറി വില്ല ടൗണിനടുത്ത് വേണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് പറ്റിയ പ്രോപ്പർട്ടിയാണ്. ഈ ഒരു ഭാഗത്തൊക്കെ ഗ്രാസ് പിടിപ്പിച്ചിരിക്കുന്നു. ഇവിടെ കുറച്ച് സാധനങ്ങളൊക്കെ എടുത്ത് മാറ്റാനുണ്ട്. നമുക്ക് 2 കാറുകൾ ഈസിയായിട്ട് പാർക്ക് ചെയ്യാൻ പറ്റാവുന്ന രീതിയിലുള്ള സ്പേസാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ വീടിന് ചുറ്റും പച്ചപ്പ് നിറച്ചിരിക്കുന്നു. ചെടികളൊക്കെ വെച്ച് കൊടുത്ത് വളരെ ഭംഗിയാക്കിയിട്ടുണ്ട്. ഒരു 4-5 കാറുകൾ പാർക്ക് ചെയ്യാനുള്ള സ്പേസ് നമ്മുടെ വീടിൻ്റെ മുറ്റത്തിനുണ്ട്. നമുക്കിനി വീടിൻ്റെ അകത്തെ കാഴ്ചകളിലേക്ക് കൂടി ഒന്ന് പോകാം. ഈ ഒരു ഭാഗത്തെ നീളത്തിലുള്ള ഒരു വിൻഡോ കാണാം. ഇവിടെ ഗ്ലാസ് കൊടുത്തിരിക്കുന്നു. നമ്മുടെ കിച്ചണിൽ നിന്ന് പുറത്തേക്ക് നോക്കുമ്പോൾ നല്ലൊരു വ്യൂ ആണ് വരുന്നത്. ഫ്രണ്ടിലേക്ക് ആൾ വരുന്നുണ്ടെങ്കിൽ നമുക്ക് കാണാൻ പറ്റും. എന്നാൽ അകത്തേക്ക് വ്യൂ വരാത്ത രീതിയിലാണ് ഗ്ലാസ് കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ കടന്നു വരുന്നത് വിശാലമായൊരു ലിവിങ് ഏരിയയിലേക്കാണ്. നല്ല ഭംഗിയേറിയ ഇൻറ്റീരിയറാണ് ഈ വീടിന് നൽകിയിരിക്കുന്നത്. ഈ ഭാഗത്തായി നല്ലൊരു പാർട്ടീഷൻ കാണാൻ പറ്റുന്നു. മനോഹരമായൊരു പാർട്ടീഷനാണ് ഇവിടെ കാണാൻ പറ്റുന്നത്. അതുപോലെ തന്നെ ഈ ഒരു ഭാഗത്തായി ലിവിങ് ഏരിയയിൽ തന്നെ വലിയൊരു TV യൂണിറ്റ് കൊടുത്തിട്ടുണ്ട്. നമുക്ക് വലിയ TVകളൊക്കെ വെക്കാവുന്ന പോലെ നല്ലൊരു സൗകര്യം ഇവിടെ കൊടുത്തിരിക്കുന്നു. അതുപോലെ തന്നെ ഈ സീലിംഗ് വർക്കുകളൊക്കെ വളരെ ഭംഗിയായിട്ട് ചെയ്തിരിക്കുന്നത്. നല്ല ഫാൻസി ലൈറ്റുകളും എല്ലാം കൊടുത്തിട്ടുണ്ട്. TV വെക്കാനുള്ള സ്ഥലം, അതുപോലെ തന്നെ അതിൻ്റെ ഇടവശത്ത് സെറ്റ് ബോക്സുകളൊക്കെ വെക്കാനുള്ള സ്പേസ് കൂടി കൊടുത്തിരിക്കുന്നു. ഈ ഒരു ഭാഗത്തെ കിഴക്ക് ദർശനത്തിലായിട്ട് നമുക്ക് കിഴക്കേക്ക് തിരിഞ്ഞ് ഒരു പ്രെയർ യൂണിറ്റ് കൂടി കൊടുത്തിട്ടുണ്ട്. വലിയ ജനലുകളാണ് മറ്റൊരു പ്രത്യേകത. നല്ല ഭംഗിയേറിയ ഫ്ലോറിംഗ് ആണ് കൊടുത്തിരിക്കുന്നത്. വലിയ ടൈൽസാണ് ഫ്ലോറിൽ കൊടുത്തിട്ടുള്ളത്.
അപ്പോൾ ഈ ഒരു പാർട്ടീഷൻ കഴിഞ്ഞ് നമ്മൾ കടന്നു വരുന്നത് ഡൈനിങ് ഏരിയയിലേക്കാണ്. ഇവിടെ നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഡൈനിങ് ഏരിയയാണ്. കോർണറിലായിട്ട് ഒരു ക്രോക്കറി ഷെൽഫ് കൂടി കൊടുത്തിരിക്കുന്നു. ഈ പാർട്ടീഷൻ്റെ അടിവശത്ത് കബോർഡുകൾ കൂടി നൽകിയിട്ടുണ്ട്. ഇഷ്ടംപോലെ സ്റ്റോറേജ് ഓപ്ഷൻസ് നമ്മുടെ ഈ വീടിന് കാണാൻ പറ്റും. ഇവിടെയാണെങ്കിലും ക്രോക്കറി ഷെൽഫ് കൊടുത്തിരിക്കുന്നു. നല്ല ഭംഗിയായിട്ടുള്ള ഷെൽഫുകളൊക്കെയാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. രണ്ടാം നിലയിലേക്കുള്ള സ്റ്റെയർ കേസ് ഈ ഒരു ഭാഗത്തുനിന്ന് കൊടുത്തിരിക്കുന്നു. 2 ബെഡ്റൂമുകൾ ഇങ്ങനെ ഇടതും വലതുമായി 2 ബെഡ്റൂമുകൾ വന്നിരിക്കുന്നു. സ്റ്റെയർ കേസിൻ്റെ അടിവശത്തൊക്കെ നമുക്ക് ഇൻഡോർ പ്ലാന്റുകളൊക്കെ വെക്കാനുള്ള സ്പേസ് കൊടുത്തിരിക്കുന്നു. ഈ ഒരു ഭാഗത്തായി നമ്മുടെ വാഷ് കൗണ്ടർ കൊടുത്തിരിക്കുന്നു. വലിയ മിററും അതോടൊപ്പം ടേബിൾ ടോപ്പ് വാഷ് ബേസിനും വെച്ചിരിക്കുന്നു. ജാഗ്വർ ബ്രാൻഡാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. 3 ഫേസ് വയറിംഗ് ആണ് ഈ വീടിന് നൽകിയിരിക്കുന്നത്. എല്ലാ ബെഡ്റൂമുകളിലും AC പോയിന്റുകളെല്ലാം നൽകിയിട്ടുണ്ട്. അപ്പോൾ നമുക്കാദ്യം ഈ വീടിൻ്റെ കിച്ചൺ ഒന്ന് കാണാം. നല്ല മനോഹരമായ മോഡുലാർ കിച്ചണാണ് ഈ വീടിന് നൽകിയിരിക്കുന്നത്. ധാരാളം കബോർഡുകൾ ഇവിടെ കാണാൻ പറ്റും. നല്ല ഭംഗിയായിട്ടുള്ള മോഡുലാർ കിച്ചൺ അറേഞ്ച് ചെയ്തിരിക്കുന്നു. അതുപോലെ തന്നെ ഈ സൈഡുകളിലെല്ലാം നമുക്ക് ഇഷ്ടംപോലെ സ്റ്റോറേജാണ് കൊടുത്തിട്ടുള്ളത്. ഇവിടെ നമുക്ക് ഡൈനിങ് ഏരിയയിലേക്ക് ഒരു ചെറിയൊരു കൗണ്ടർ കൂടി നൽകിയിരിക്കുന്നു. ഫ്രിഡ്ജ് വെക്കാനുള്ള പ്രൊവിഷൻ ഈ ഒരു ഭാഗത്തേക്ക് കൊടുത്തിരിക്കുന്നു. നല്ല ഒതുങ്ങിയിരിക്കുന്ന രീതി ഫ്രിഡ്ജ് നമുക്ക് വെക്കാൻ പറ്റും. മുകൾ ഭാഗത്ത് സ്റ്റെബിലൈസറൊക്കെ വെക്കാനുള്ള പ്രൊവിഷൻ കൂടി കൊടുത്തിരിക്കുന്നു. ഈ ഒരു ഭാഗത്തേക്ക് നമുക്ക് മൈക്രോവേവ് അവനൊക്കെ വെക്കാനുള്ള സ്പേസും ധാരാളം സ്റ്റോറേജും കൊടുത്തിരിക്കുന്നു. കിച്ചനും മർക്കറിയും കൂടി ഒരു ഓപ്പൺ സ്റ്റൈലാണ് ചെയ്തിരിക്കുന്നത്. ഇവിടെയും ഒരു സിങ്ക് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഡിഷ് വാഷറോ അല്ലെങ്കിൽ ഫ്രണ്ടിലോട് വാഷിംഗ് മെഷീനൊക്കെ വെക്കാനുള്ള സ്പേസ് ഈ ഒരു ഭാഗത്ത് കൊടുത്തിരിക്കുന്നു. കിച്ചണിൽ നിന്ന് നോക്കിയാൽ നമുക്ക് ഫ്രണ്ടിലത്തെ വ്യൂ മുഴുവൻ കാണാൻ പറ്റും. എന്നാൽ ഫ്രണ്ടിൽ നിന്ന് നോക്കിയാൽ ഇങ്ങോട്ട് കാണാനും പറ്റത്തില്ല. അപ്പോൾ നല്ല സൗകര്യമാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. ധാരാളം കബോർഡുകളൊക്കെ ചെയ്ത് വളരെ ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. മൈക്രോവേവ് ഒക്കെ വെക്കാനുള്ള പവർ പോയിൻ്റ് എല്ലാം വീണ്ടും കൊടുത്തിട്ടുണ്ട്. നല്ല മനോഹരമായിട്ടുള്ള കിച്ചണും വർക്കേരിയുമാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ഇനി നമുക്ക് ബെഡ്റൂമുകളിലേക്ക് പോകാം. താഴത്തെ നിലയിൽ 2 ബെഡ്റൂമാണുള്ളത്. അതുപോലെ തന്നെ നമ്മുടെ ഡൈനിങ് ഹാളിൻ്റെ മുകൾ വശത്ത് ഡബിൾ ഹൈറ്റാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ ഫാൻസി ലൈറ്റുകൾ കൂടി കൊടുത്തിരിക്കുന്നു. വലിയ ഗ്ലാസ് വിൻഡോകളാണ് ഈ വീടിൻ്റെ മറ്റൊരു പ്രത്യേകത. തടികൾ ഉപയോഗിച്ചിരിക്കുന്നത് തേക്കും ആഞ്ഞിലിയുമാണ്. ഇതാണ് നമ്മുടെ ആദ്യത്തെ ഒരു ബെഡ്റൂം. നല്ല വലിയ ബെഡ്റൂമാണ്. എല്ലാ ബെഡ്റൂമുകളിലും ലൈറ്റും ഫാനും ഫാൻസി ലൈറ്റുകളും എല്ലാം കൊടുത്തിരിക്കുന്നു. അതുപോലെ തന്നെ വാർഡ്രോബ് നമുക്ക് മുകൾ ഭാഗം വരെ എത്തി നിൽക്കുന്ന രീതിയിലാണ് വാർഡ്രോബ് നൽകിയിരിക്കുന്നത്. ബെഡ്റൂമുകളെല്ലാം AC പോയിന്റുകൾ നൽകിയിട്ടുണ്ട്. ഇവിടെ നമുക്ക് കാണാം വലിയ മിററോട് കൂടിയ വലിയൊരു വാർഡ്രോബ്. അത് നമുക്ക് മുകൾ ഭാഗം മുഴുവൻ മുട്ടിച്ച് വെച്ചിരിക്കുന്നു. അതുപോലെ തന്നെ ഇവിടെയാണ് നമ്മുടെ ബാത്റൂമിൽ ഒരു വലിയൊരു വാഷ് കൗണ്ടർ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ അടിവശത്ത് കബോർഡുകൾ കൂടി നൽകിയിരിക്കുന്നു. വലിയൊരു മിററാണ് നൽകിയിരിക്കുന്നത്. ബ്രാൻഡഡ് മെറ്റീരിയൽസ് മാത്രമാണ് വീടിൻ്റെ നിർമ്മാണത്തിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ഇവിടെയാണ് വെറ്റ് ആൻഡ് ഡ്രൈ പാർട്ടീഷൻ കൊടുത്തിരിക്കുന്നു. ഏറ്റവും നല്ല ക്വാളിറ്റി മെറ്റീരിയൽസ് ഉപയോഗിച്ച് മികച്ച രീതിയിൽ തന്നെ നിർമ്മിച്ചിരിക്കുന്ന മനോഹരമായ വീടാണ്. നമുക്ക് രണ്ടാമത്തെ ബെഡ്റൂമാണ് ഈ കാണുന്നത്. ഇതുപോലെ വലിയ ബെഡ്റൂമുകളാണ്. ഇതിലും വലിയൊരു വാർഡ്രോബ് നൽകിയിരിക്കുന്നു. സൈഡിൽ ഒരു സ്റ്റഡി ടേബിൾ കൂടി കാണാൻ പറ്റുന്നു. ഇവിടെയാണെങ്കിലും ധാരാളം സ്റ്റോറേജാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ നല്ല വലിയൊരു മിറർ കൊടുത്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ബാത്റൂം. എല്ലാം നല്ല വലിപ്പമേറിയ ബാത്റൂമുകളാണ്. സിംഗിൾ പീസ് വോൾ മൗണ്ടഡ് ക്ലോസറ്റുകൾ കൊടുത്തിരിക്കുന്നു. ഇനി നമുക്ക് രണ്ടാം നിലയിലേക്ക് പോകാം. സൈഡിൽ സ്റ്റഫൻഡ് ഗ്ലാസ് കൊണ്ടാണ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ കൈവരിയായിട്ട് തേക്കിൻ തടിയിൽ ചെയ്തിരിക്കുന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ സ്റ്റെയർ കേസിൽ നിന്നൊക്കെ നോക്കുമ്പോഴുള്ള വ്യൂ. നല്ല മനോഹരമായിട്ടുള്ള ഹാൻഡ് റെയിൽസൊക്കെ കൊടുത്തിരിക്കുന്നു. അതുപോലെ തന്നെ ഇവിടെ വലിയ ഗ്ലാസ്സാണ് കൊടുത്തിട്ടുള്ളത്. നല്ല ഭംഗിയേറിയ സീലിംഗ് വർക്കുകളൊക്കെ ചെയ്ത് എല്ലാ ഭാഗവും വളരെ മനോഹരമായിട്ടാണ് ചെയ്തിരിക്കുന്നത്. സ്റ്റെയർ കേസ് ആണെങ്കിലും മുഴുവൻ ഗ്രാനൈറ്റാണ് പാകിയിരിക്കുന്നത്. നമ്മൾ രണ്ടാം നിലയിലേക്ക് വന്നു കഴിയുമ്പോൾ ഇവിടെ കാണാൻ പറ്റുന്നു. ഇവിടെ ചെറിയ പാസേജ് വന്നു. ഇടത്തും വലതുമായിട്ട് ഇടത് സൈഡിൽ ബെഡ്റൂം വരുന്നു. അപ്പോൾ ഇവിടെയൊക്കെ നല്ല ഫാൻസി ലൈറ്റുകൾ കൊടുത്തിട്ടുണ്ട്. അതുപോലെ വലിയൊരു ഹാള് ഈ ഒരു ഭാഗത്തായി വന്നിരിക്കുന്നു. ഇവിടെ ഇതുപോലെ മനോഹരമായിട്ടുള്ള ഫാൻസി ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ഡൈനിങ് ഏരിയയുടെ മുകൾ വശമാണിത്. ഇതാണ് നമ്മുടെ മുകളിലത്തെ നിലയിലെ ആദ്യത്തെ ബെഡ്റൂം. എല്ലാ ബെഡ്റൂമുകളും ഇതുപോലെ നല്ല വലിപ്പമേറിയ ബെഡ്റൂമുകളാണ്. വാർഡ്രോബുമുണ്ട്. 4 ബെഡ്റൂമുകൾക്കും വലിയ വാർഡ്രോബുകൾ അതുപോലെ അറ്റാച്ച്ഡ് ബാത്റൂമുകളും കൊടുത്തിരിക്കുന്നു. ഇവിടെ ഒരു വലിയൊരു ഗ്ലാസ് കൊടുത്തിട്ടുണ്ട്.
ഇതിൻ്റെ ഇൻറ്റീരിയർ വളരെ മനോഹരമാണ്. നമ്മൾ പുറകിലത്തെ ബാൽക്കണിയാണ് ഈ കാണുന്നത്. ഈ ഒരു ഡോർ തുറന്ന പുറകിലത്തെ ബാൽക്കണിയാണ്. ഇവിടെ നമുക്ക് വാഷിംഗ് മെഷീനൊക്കെ വെക്കാനുള്ള സ്പേസ് ഉണ്ട്. അതുപോലെ തന്നെ മുഴുവൻ ഗ്രില്ല് കൊടുത്ത് ഭംഗിയാക്കിയിട്ടുണ്ട്. പക്ഷികളൊന്നും വരാത്ത രീതിയിൽ മുഴുവൻ ഗ്രില്ല് കൊടുത്തിരിക്കുന്നു. അതുപോലെ തന്നെ ഇതിൻ്റെ മുകളിലേക്ക് വീണ്ടും കയറാനായി സ്റ്റെയർ കേസ് കൂടി ഇവിടെ കൊടുത്തിട്ടുണ്ട്. വാട്ടർ ടാങ്കൊക്കെ വരുന്ന ഏറ്റവും മുകളിലാണ്. ഡ്രസ്സൊക്കെ വിരിച്ചിടാനുള്ള സൗകര്യമാണ് നമുക്കിവിടെ ഉള്ളത്. രണ്ടാമത്തെ ബെഡ്റൂമാണ് ഈ കാണുന്നത്. ഇതാണ് നമ്മുടെ വീടിൻ്റെ 4ാമത്തെ ബെഡ്റൂം. എല്ലാ ബെഡ്റൂമുകളും ഇതുപോലെ നല്ല വലിപ്പമേറിയ ബെഡ്റൂമുകളാണ്. ഫാനുകളും ലൈറ്റുകളും എല്ലാം ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ വലിയ കബോർഡുകളും എല്ലാമായിട്ട് വളരെ ഭംഗിയിൽ ചെയ്തിരിക്കുന്നു. ഇതിലൊരു ഡ്രസ്സിങ് ഏരിയ എക്സ്ട്രാ കൂടി ചെയ്തിട്ടുണ്ട്. വലിയൊരു മിററാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇതിൻ്റെ മുകൾവശത്തും കബോർഡ് നൽകിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ബാത്റൂം. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ളൊരു ബാത്റൂമാണ്. വീടിൻ്റെ മുൻവശത്തെ ബാൽക്കണിയാണ് ഈ കാണുന്നത്. നല്ല ഭംഗിയേറിയ രീതിയിലുള്ളൊരു ബാൽക്കണിയാണ്. ഇവിടെ സൈഡുകളൊക്കെ ചെടികളൊക്കെ വെച്ച് കൊടുത്ത് വളരെ ഭംഗിയാക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ 2ാം നിലയിൽ നിന്നുള്ളൊരു വ്യൂ ആണിത്. ഈ ഒരു ഭാഗത്തൊക്കെ വളരെ ഭംഗിയായിട്ട് തന്നെ ചെടികളൊക്കെ കൊടുത്തിരിക്കുന്നു. നല്ല വീടുകളൊക്കെ അടുത്ത് വരുന്ന നല്ലൊരു ഏരിയയാണ്. നമ്മുടെ കിച്ചൻ്റെ വർക്ക് ഏരിയയിൽ മുകൾ ഭാഗത്തൊക്കെ കബോർഡുകൾ ഉണ്ടായിരുന്നു. അത് മുമ്പേ കാണിക്കാൻ വിട്ടുപോയി. ഈ കാണുന്ന പോലെ മുഴുവനും സ്റ്റോറേജാണ് നൽകിയിരിക്കുന്നത്. ടൗണിൽ നിന്ന് വെറും 800 മീറ്റർ മാത്രം മാറി ഹൈ ക്ലാസ് റെസിഡൻഷ്യൽ ഏരിയ നിർമ്മിച്ചിരിക്കുന്ന പുതുപുത്തൻ വീടാണിത്. 7 സെന്റ് സ്ഥലത്ത് 2600 സ്ക്വയർ ഫീറ്റ് വരുന്ന മനോഹരമായ വീട്. വീടിന്റെ ഇന്റീരിയറൊക്കെ നിങ്ങൾ കണ്ടു കഴിഞ്ഞു. അതിമനോഹരമായിട്ടുള്ള ഇന്റീരിയർ കാണിച്ചിരിക്കുന്നത്. അതുപോലെ ബ്രാൻഡഡ് മെറ്റീരിയൽസ് ഉപയോഗിച്ച് നിർമ്മിച്ചിരിക്കുന്ന വീടാണ്. വീടിന്റെ മുന്നിൽ കൂടി ടാർ റോഡാണ് കടന്നു പോകുന്നത്. അപ്പോൾ നല്ലൊരു ഹൈ ക്ലാസ് റെസിഡൻഷ്യൽ ഏരിയയിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. കുടിവെള്ളത്തിനായി കിണറുവെള്ളമാണ് ഈ വീട്ടിലുള്ളത്. 4 ബെഡ്റൂമുകളും അറ്റാച്ച്ഡ് ആണ്. അതുപോലെ തന്നെ ബ്രാൻഡഡ് മെറ്റീരിയൽസ് ആണ് ബാത്റൂംസിലെല്ലാം ഉപയോഗിച്ചിരിക്കുന്നത്. അതുപോലെ വാർഡ്രോബുകളൊക്കെ എല്ലാ ബെഡ്റൂമിലും വലിയ വാർഡ്രോബുകളൊക്കെ നൽകിയിരിക്കുന്നു. അപ്പോൾ ഈ ഒരു പ്രോപ്പർട്ടി ചോദിക്കുന്നത് 1,25,00,000 രൂപയാണ്. താല്പര്യമുള്ളത് താഴ്ക്കാണ് നമ്പറിൽ വിളിച്ചാൽ നിങ്ങൾക്ക് ഈ വീടും ലൊക്കേഷനൊക്കെ വന്ന് കണ്ട് ക്വാളിറ്റി ബോധ്യപ്പെട്ട് വാങ്ങാൻ സപ്പോർട്ട് ഞങ്ങൾ തരുന്നതാണ്. ലോൺ സൗകര്യങ്ങൾ വേണമെങ്കിൽ അതും അറേഞ്ച് തരുന്നതാണ്. വീഡിയോ എല്ലാവർക്കും നന്ദി. അടുത്തൊരു വീഡിയോയുമായി ഉടനെ